അധിക്ഷേപകരമായ ചർച്ചയാക്കുന്നത് ആശാസ്യകരമല്ല. സെഫി എന്ന കന്യാസ്ത്രീ ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അവരുടെ ഹൈമനോപ്ലാസ്റ്റി എന്ന ശസ്ത്രക്രിയ ഈ ശിക്ഷാവിധിക്ക് ആധാരമായ തെളിവുകൾക്ക് ബലം പകരുന്നു എന്നാണ് വിധിയിൽ കാണുന്നത്. അക്കാലത്ത് ഇന്ത്യ മഹാരാജ്യത്തിൽ ഇല്ലാതിരുന്ന ഈ ശസ്ത്രക്രിയ ആര് എവിടെ വെച്ച് നടത്തി എന്ന് ആരും അന്വേഷിച്ചിട്ടില്ല. സെഫി ആ ശസ്ത്രക്രിയ ചെയ്തു എന്നു പോലും മെഡിക്കൽ റിപ്പോർട്ടിലും വിചാരണയിലും അടക്കം വ്യക്തമായി തെളിഞ്ഞിട്ടുമില്ല. പക്ഷെ നോക്കൂ, അതിന്റെ പേരിലാണ് സെഫി എന്ന ആ കന്യാസ്ത്രീ അധിക്ഷേപത്തിന് ഇരയാകുന്നത്. രാജു എന്ന സാക്ഷിയുടെ സത്യസന്ധതയെ ഇന്ന് നാം വാഴ്ത്തിപ്പാടുകയാണ്. മിന്നൽ വെളിച്ചത്തിൽ കണ്ടു എന്ന രാജുവിന്റെ മൊഴിക്കപ്പുറം ഫാദർ തോമസ് കോട്ടൂരിനെതിരെ കുറ്റകൃത്യത്തിന് ആധാരമായ ബലപ്പെട്ട തെളിവുകളൊന്നും അന്വേഷണ ഏജൻസി കണ്ടെത്തിയിട്ടില്ല എന്ന് നാം മനസ്സിലാക്കുന്നുണ്ട്. അന്വേഷണത്തിൽ കേരള പോലീസ് കാണിച്ചുകൂട്ടിയ വൃത്തികേടുകൾ, തെളിവ് നശിപ്പിക്കലുകൾ എല്ലാം വസ്തുതയായി നിലനിൽക്കുമ്പോഴും അഭയ കേസിൽ ദുരൂഹതകളും യാഥാർത്ഥ്യങ്ങളും ബാക്കിയാണ് എന്ന് വിശ്വസിക്കുകയാണ് കവർ സ്റ്റോറി. കോടതി ശിക്ഷിച്ചവർ നമുക്ക് കുറ്റവാളികളാണ്. മേൽക്കോടതി വെറുതെ വിട്ടാലും അവരെക്കുറിച്ചുള്ള ആ പൊതുബോധത്തിൽ നിന്നും ആദ്യ വിചാരത്തിൽ നിന്നും ഈ അധിക്ഷേപങ്ങളെല്ലാം നിലനിൽക്കുകയും ചെയ്യും. വൈദികനും കന്യാസ്ത്രീയും തമ്മിൽ ബന്ധമുണ്ടെങ്കിൽ സഭയുടെ ചട്ടങ്ങൾ അതിനനുവദിക്കുന്നില്ല എങ്കിൽ സഭകൾ അതിന് പരിഹാരം കാണും.